മറ്റൊരു കാര്യം, മിനിസ്റ്റർ എല്ലാ വകുപ്പുകളിലും കയറി ഇടപെടുന്നു, അത് പാർട്ടി പരിശോധിക്കുന്നു എന്നൊക്കെയുള്ള തരത്തിൽ ചില വിവരങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി അത് വ്യക്തമാക്കിയാണ്, അസംബന്ധമാണ് ആ വാർത്ത എന്നുള്ള വ്യക്തമാക്കിയാണ്. പക്ഷേ ബോധപൂർവം ആ വാർത്തകൾ ഇങ്ങനെ വരികയാണ്. ഒരു ചാനൽ ഒരു കാർഡ് ഇറക്കിയിട്ടുണ്ട്, പരിധി വിട്ട് ഇടപെട്ടത് പരിശോധിക്കും. പാർട്ടി സംസ്ഥാന സെക്രട്ടറിന് മറുപടി അലിക്കുകയാണ്. അങ്ങനെ പരിധി വിട്ട് എല്ലാ വകുപ്പിലും കയറി ഇടപെട്ട് പോവുകയാണെങ്കിൽ എന്റെ കാര്യം എന്തായിരിക്കും? ഞാൻ പ്രവർത്തിക്കുന്ന പാർട്ടി ഏതാണ്? CPIM ആണ്. കഥ കഴിയില്ല ഈ പാർട്ടി ഏതാണ്? ഇന്നലെ വേറൊരു ചാനൽ മണിക്കൂറോളം ഇത് ചർച്ച നടത്തിയെന്ന് പറഞ്ഞു. ആ ചാനൽ ചർച്ച നടത്തിയതിൽ ഞാൻ കുറ്റം പറയില്ല. കാരണം ഒരു മതരാഷ്ട്രത്തിന് വേണ്ടി നിലകൊള്ളുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഭാരവാഹിയുടെ ചാനലാണ്, സംസ്ഥാന പ്രസിഡന്റാണ്. അപ്പൊ മുതലാളിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട്, മുതലാളിക്കാണ് നമ്മളോടൊരു പ്രത്യേക സ്നേഹമുണ്ട്, നിങ്ങൾക്കൊക്കെ അറിയാലോ. സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് എത്രത്തോളം വക്രീകരിക്കാൻ വേണ്ടി പറ്റും അത്രത്തോളം അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ ചെയ്യും. അവർക്ക് അതിന്റെ ഭാഗമായിട്ട് ശമ്പളവും മറ്റു സൗകര്യവും കൂടാൻ വേണ്ടി മുതലാളിയോട് ഉള്ള താല്പര്യത്തിന്റെ ഭാഗമായിട്ട് ചെയ്യുകയാണ്. എന്നാൽ അതിൽ സന്തോഷം തോന്നിയൊരു കാര്യം, നമ്മൾ ശരിയായ പാതയിലാണ് പോകുന്നതെന്നാണ്. മറ്റൊരു മതരാഷ്ട്രവാദം ഉയർത്തിപ്പിടിക്കുന്ന സംഘടനയുടെ കീഴിലുള്ള മറ്റൊരു ചാനൽ ആണ് കാർഡ് ഇറക്കിയത്. അപ്പൊ രണ്ട് നിലയിൽ മതവർഗീയത ആളിക്കത്തിക്കുന്ന നേതൃത്വമുള്ള ചാനലുകൾ ഒരേപോലെ വിമർശിക്കുന്നു എന്നുള്ളത് ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. എത്ര വേണം വിമർശിച്ചോട്ടെ. അതിലൊന്നും അതൊക്കെ പറഞ്ഞു കഴിഞ്ഞല്ലോ. നിങ്ങൾക്ക് ഈ മതരാഷ്ട്രം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെല്ലാം ഉദ്ദേശിച്ചത് വേറെ ചാനലിനെയാണ്. ഞാൻ ജനത്തെയല്ല ഉദ്ദേശിച്ചത്, ഏഷ്യാനെറ്റിനെയാണ്. അത് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നത്.